ഹായ് ഓൾ. അപ്പം എല്ലാവർക്കും കോഡ് അക്കാഡമിക്സ് ലേണിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പൈത്തണിൽ എങ്ങനെ ഫയൽസ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ളൊരു ടോപ്പിക്, അഡ്വാൻസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ഒരു മൊഡ്യൂളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട ഇൻ്റർപ്രറ്റർ ലാംഗ്വേജിലൊക്കെ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ പേര് RE എന്ന് പറഞ്ഞിട്ടാണ്. RE എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയാം. അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിൻടാക്സ് ആണ് റെഗുലർ എക്സ്പ്രഷൻ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിൽ നിന്ന് ഏതെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് മാച്ച് ചെയ്തിട്ട് നമുക്ക് അത് റിട്ടേൺ തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ പല ടൈപ്പ് ഓഫ് സെനാരിയോസിൽ നമുക്ക് ചിലപ്പോൾ ഒരു റൗട്ടറിൻ്റെ IP, അതേപോലെ അതിൻ്റെ MAC ID, ഇങ്ങനത്തെ ഒക്കെ സ്ട്രിങ് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ TCP-യിലൂടെ എന്തെങ്കിലും ഒരു സ്പേസും അൺനോൺ ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള സ്ട്രിങ് വരും. അതിനകത്തുനിന്ന് എഫിഷ്യൻ്റ്ലി നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു മൊഡ്യൂളാണ് RE എന്ന് പറയുന്നത്, അതായത് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു IP ഉള്ളൊരു സ്ട്രിങ് ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു IP_str എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഇതിൻ്റെ IP എഴുതാണ്. അപ്പോൾ ഒരു 22.156.24.57 എന്നുള്ള ഒരു IP ഉണ്ട് ഇതിൽ. പിന്നെ കുറച്ച് സ്പേസ് ഉണ്ട് നമ്മളടുത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 0 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ MAC ID ഉണ്ട്. നമുക്കൊരു G9:FF:D4:R9. ഓക്കെ, ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ട് നമ്മളടുത്ത്. അപ്പോൾ ഈ സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് IP എടുക്കണം, പിന്നെ ഈ ഒരു ക്യാരക്ടർ എടുക്കണം, ഈ ഒരു MAC ID നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൈത്തണിൽ റെഗുലർ എക്സ്പ്രഷൻ്റെ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് RE. ഓക്കെ, അപ്പം മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മളെടുത്ത് കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. നമുക്കൊരു അതിന് മുന്നേ നമുക്ക് ഈ ഒരു സാധനം മാപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് മാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് റെഗുലർ എക്സ്പ്രഷനിൽ. അപ്പോൾ നമ്മൾ മാച്ച് എന്തിനാണ് ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മളെടുത്തപ്പോൾ നമ്മളൊരു വേറെ സ്ട്രിങ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു നെയിം എന്നുള്ളൊരു സ്ട്രിങ് ഉണ്ട് നമ്മളെടുത്ത്. ഇതിനകത്ത് ഹലോ മൈ IP is 92.168.1.22 ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് മാച്ച് എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ RE.match എന്നാണ് ഈ ഒരു മെത്തേഡിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് 3 ആർഗ്യുമെൻറ്റ് കൊടുക്കാം. അതായത് 2 ആർഗ്യുമെൻറ്റ് എന്തായാലും കൊടുക്കണം, 3ാമത്തെ ആർഗ്യുമെൻറ്റ് ഓപ്ഷണലായിട്ടുള്ളൊരു ഫ്ലാഗാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു A= എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. A= മാച്ച് എന്ന് റിട്ടേൺ ചെയ്യുന്നത്. മാച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ആദ്യത്തിൽ നമുക്ക് ഒരു പാറ്റേൺ കൊടുക്കാം. അപ്പോൾ നമ്മളൊരു IP എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. രണ്ടാമത്തേൽ നമുക്ക് കൊടുക്കാനുള്ള സ്ട്രിങ്ങിൻ്റെ നെയിം കൊടുക്കണം. അപ്പോൾ നെയിമാണ് നമ്മളെ സ്ട്രിങ് അവിടെ. ഓക്കെ, മൂന്നാമത്തെ ഞാൻ പറയാം, ഓപ്ഷണൽ ഫ്ലാഗാണ്. അപ്പോൾ നമ്മൾ A എന്ന് പ്രിന്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയത് നണ്ണാണ് കിട്ടിയത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മാച്ച് ചെയ്യാൻ കൊടുത്തത് IP എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് മാച്ച് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ഈ മാച്ച് ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ചെക്ക് ചെയ്യുക. അപ്പം ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുത്ത ഒരു സ്ട്രിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ID റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം IP എന്നുള്ള സംഭവം നമ്മുടെ ഉള്ളിലുള്ളത്, ഇവിടെ കണ്ടോ, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ IP കൊടുത്താൽ കിട്ടില്ല, ഇത് സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു ഒബ്ജക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. കണ്ടോ, അതൊരു റെഗുലർ എക്സ്പ്രഷൻ ഒബ്ജക്റ്റ് ആണ് ഇത് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്പാന് കണ്ടോ, 0 മുതൽ 5 വരെ, അതായത് 0, 1, 2, 3, 4, 5 വരെ, അതായത് സ്പേസ് ഉണ്ടാവില്ല, അതിൻ്റെ തൊട്ട് മുന്നേ വരെ അവിടെ ഈ ഒരു മാച്ച് ഉണ്ടെന്നാണ് ഈ ഒരു മാച്ച് എന്നുള്ള മെത്തേഡ് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഒരു മെത്തേഡ് ഉള്ളത്, ഈ ഒരു മാച്ച് ഉണ്ട്, മാച്ച് ഡോട്ട്, അതായത് മാച്ച് റിട്ടേൺ ചെയ്ത റെഗുലർ എക്സ്പ്രഷന് ഒരു മെത്തേഡ് ഉണ്ട്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു മാച്ചിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിച്ച ആ ഒരു സ്ട്രിങ് ആണിത് റിട്ടേൺ ചെയ്യുക. അതായത് ഈ ഒരു സ്ട്രിങ് അല്ല ഇത് ഇവിടെ എടുക്കുന്നത്, ഇങ്ങനൊരു സാധനം ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു സംഭവം ഇതിനകത്തുനിന്ന് ഫെച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് തരിക. ഓക്കെ, അപ്പം അതാണ് ഗ്രൂപ്പും മാച്ചും. ഇനി നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കേസസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവം, അതായത് ഈ ഒരു ഹലോവും ഇത് രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കെന്താ വരിക, നമുക്ക് എ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പാടില്ല അല്ലേ, നണ്ണല്ലേ വരേണ്ടത്, കണ്ടോ നണ്ണ് വന്നു. ഇനി നമ്മൾ RE.I എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തേർഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞത് ഓപ്ഷണൽ ഫ്ലാഗ് ആണ്. അപ്പോൾ ഈ ഓപ്ഷണൽ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കേസ് സെൻസിറ്റീവ് അല്ലാതാക്കും. അതായത് എല്ലാം ലോവർ കേസിലോ അല്ലെങ്കിൽ എല്ലാം അപ്പർ കേസിലോ നമ്മൾ കമ്പയർ ചെയ്യും, ആദ്യത്തെ സംഭവങ്ങൾ മാത്രം. അപ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിൽ കൊടുത്താലും ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്താലും ഒന്നും പ്രശ്നമില്ല. ഹലോ എന്നുള്ള ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ മാച്ച് വാല്യൂ കിട്ടും. നമ്മുടെ ഈ മാച്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡ് സാധാരണഗതിയിൽ അങ്ങനെ ഉപയോഗിക്കാറ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ്ങിന് ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട് പൈത്തണിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ മാച്ച് അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, പകരമല്ല, അതിലും കുറച്ചും കൂടെ ഫങ്ഷനാലിറ്റി ഉള്ളൊരു മെത്തേഡാണ് സെർച്ച് എന്നുള്ള മെത്തേഡ്. ഓക്കെ, ഞാനവിടെ IP കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്യാം. കണ്ടോ, നേരത്തെ നമ്മൾ IP കൊടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടി, നണ്ണായിരുന്നു കിട്ടി. ഇപ്പോൾ കണ്ടോ, ഈ സെർച്ച് എന്നുള്ളത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ എവിടെ അങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു റെഗുലർ എക്സ്പ്രഷൻ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. അതിൻ്റെ എന്താ പറയുക, എവിടെ നിന്നാണ് അതിന് ഇൻഡെക്സ് തുടങ്ങുന്നത്, അതിൽ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ളതൊക്കെ കണ്ടതാ 911 അതിലാണ് IP എന്നുള്ള ഒരു സ്ട്രിങ് കിടക്കുന്നത്, ഈ ഒരു മെയിൻ സ്ട്രിങ്ങിൽ. അപ്പോൾ വേർഡ് എവിടെയെങ്കിലും മിഡിലാണെങ്കിലാണ് സെർച്ച് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരികയെന്ന് വെച്ചാൽ നമുക്കൊരു TCP വഴി ഇങ്ങനെ ഒരു സ്ട്രിങ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ ഇതന്നെയാണ് IP എന്ന് അറിയില്ലല്ലോ. അപ്പോൾ IP-ൻ്റെ ഫോർമാറ്റ് നമുക്കറിയുള്ളൂ. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൻ്റെ മാക്സിമം ഇതെന്ന് പറയുന്നത് 3 ഡിജിറ്റാണ്. കാരണം 255 255 255 255 അതല്ല മാക്സിമം IP-യുടെ. അപ്പോൾ അങ്ങനെ എഴുതാം നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ ഒരു പാറ്റേൺ, ആ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എടുക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു സെർച്ച് എന്നുള്ളൊരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഫ്ലാഗ് ആദ്യം ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ IP സ്ട്രിങ് അവിടെ കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ എഴുതേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് 6 എന്ന് കൊടുക്കണം. 6 എന്ന് പറഞ്ഞാൽ പൈത്തണിൽ ഇതൊരു റോ സ്ട്രിങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ അധികം ചെയ്യുന്നത് റോ സ്ട്രിങ്ങിൻ്റെ മോഡാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റാണ് നമുക്ക് പിടിക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പം എത്ര നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 3 ഗ്രൂപ്പായിട്ട് തരം തിരിച്ചൂടെ. ഒന്നെന്ന് പറയുന്നത് IP, രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ ഈ 0, മൂന്നാമത്തെന്ന് പറയുന്നത് ഈ ഒരു മാക് ID. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ഇടുന്നതാണ് ഗ്രൂപ്പിങ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡോട്ട് ഇടാം. ഡോട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതായത് ഏത് ക്യാരക്ടറും, എനി ക്യാരക്ടർ എക്സെപ്റ്റ് ന്യൂ ലൈൻ ഒഴിച്ചുള്ള എല്ലാ ക്യാരക്ടറും എടുക്കണം എന്നാണ് പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പിൽ. എന്നിട്ട് നമ്മളൊരു പ്ലസ് ഇടാം. പ്ലസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതായത് പ്രീവിയസ് എക്സ്പ്രഷൻ എന്താ അവിടെ, അതായത് ഡോട്ട് എന്ന് പറയുന്ന സംഭവം റിപ്പീറ്റ് ചെയ്യാം ഇനി അങ്ങോട്ട്, അതാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഈ ക്വസ്റ്റ്യൻ മാർക്കിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മിനിമൽ മാച്ചിങ് നടത്തണം. അതായത് ഇതിൻ്റെ ഈ ഒരു ഇതിപ്പോൾ 22 വരെ പോരല്ല, നമുക്ക് 57 വരെ തന്നെ വേണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ സ്പേസ് ഉണ്ട് അവിടെ, ഈ സ്പേസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ സ്പേസ്
വരെ ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അടുത്തത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തതിലും നമ്മൾ എന്ത് ചെയ്യണം, ഇനിയും ഇതേപോലെയുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാണ്, ഒരു പ്ലസ് ഇടണം. ഇനി അടുത്തത് എന്തായിരിക്കും, എക്സ്പെക്റ്റഡ് സാധനം 0 അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആയിരിക്കും ഇവിടെ. അങ്ങനെ ഡിജിറ്റിനെ റെഗുലർ എക്സ്പ്രഷനിൽ കൊടുക്കാനുള്ള ഒരു സംഭവമാണ് /d എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, പിന്നെ സ്പേസ് വരുന്നില്ലേ, അപ്പോൾ സ്പേസ് ഉണ്ട് അതിൻ്റെ നടുക്ക്. എന്നിട്ട് പിന്നെ നമ്മളൊരു പ്ലസ് ഇടുക. പ്ലസ് ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് സ്പേസ് ഇല്ല. അപ്പോൾ എന്ത് വേണം, നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ എനി ഡിജിറ്റോ ക്യാരക്ടറോ എന്തെങ്കിലും, അതായത് എക്സെപ്റ്റ് ന്യൂ ലൈൻ ഒഴിച്ചുള്ള എന്ത് സംഭവവും എടുക്കണം, ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനി റിപ്പീറ്റ് ചെയ്യാം, അങ്ങോട്ടേക്ക് പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് ഇതിനകത്ത് ഉള്ളത് റെഗുലർ എക്സ്പ്രഷൻ. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ഇതിൽ ഒരു നമുക്ക് മാച്ച് കിട്ടി. മാച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കംപ്ലീറ്റ് സ്ട്രിങ്ങും ഇതിന് കിട്ടി. കംപ്ലീറ്റ് സ്ട്രിങ്ങും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റെഗുലർ എക്സ്പ്രഷൻ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോ എന്താ പറയുക IP എടുക്കണം, അതേമാതിരി ഈ നടുക്കത്തെ ഡിജിറ്റ് എടുക്കണം, അതേമാതിരി ഈ MAC ID എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഡോട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഗ്രൂപ്പ് ഇടുക. ഗ്രൂപ്പ് ഓഫ് 1 കൊടുത്തിട്ട് കണ്ടോ, നമുക്ക് ആദ്യത്തെ IP അഡ്രസ്സ് കിട്ടി. ഇവിടെ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ 0 കിട്ടി നമുക്ക്. ഉണ്ടോ, സ്പേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ MAC ID കിട്ടി. കണ്ടോ, ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് ഒരു വേറൊരു വേരിയബിളിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ IP അഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു റെഗുലർ എക്സ്പ്രഷനിലൊരു സിൻടാക്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. നമുക്ക് പ്ലസ് എന്നുള്ള എഴുതാൻ പറ്റും. ഈ സ്റ്റാറും പ്ലസ്സും ഒക്കെ എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു ഗ്രീഡി ആയിട്ടുള്ളൊരു മാച്ചറാണ്. അത് എത്രത്തോളം അതിന് കിട്ടുമോ അത്രത്തോളം അത് എടുക്കാൻ നോക്കും. അതായത് നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ല എന്ന് വിചാരിച്ചോ, ക്വസ്റ്റ്യൻ മാർക്കിന് അർത്ഥം എന്താ, അതായത് മിനിമൽ മാച്ചിങ് നടത്തണം. അതായത് ഒരേപോലെയുള്ള സംഭവങ്ങൾ, അതായത് ഒരു മിനിമലായിട്ട്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്പേസ് ആണിത്. ഈ സ്പേസ് ഇതിൻ്റെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു സാധനം അല്ലല്ലോ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, മാച്ച് ചെയ്യും ഈ ഒരു പ്ലസ് ഇട്ടുണ്ടെങ്കിൽ. അപ്പോൾ പ്ലസ്സിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഗ്രീഡി ആയിട്ട് മാച്ച് ചെയ്യും. നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് ഫൈൻഡ് ഓൾ എന്നുള്ളൊരു മെത്തേഡ്. അതായത് റെഗുലർ എക്സ്പ്രഷനിലുള്ള ഫൈൻഡ് ഓൾ എന്നുള്ള ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഫൈൻഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെടുക്കണം എന്ന് വിചാരിച്ചു, നമുക്കൊരു ഓരോരോ എന്താ പറയുക, ഈ ഒരു ഫോർമാറ്റ് സ്പെസിഫിക്കലി നമുക്ക് കൊടുത്തെടുക്കണം എന്നുണ്ട്. ഇതൊരു സ്ട്രിങ്ങിനെ മൊത്തം നമ്മൾ ഫോർമാറ്റ് ആക്കിയാണ്. ഇനി IP-നെ മൊത്തമായിട്ട് നമുക്ക് എടുത്തിട്ട് ഒരു റെഗുലർ എക്സ്പ്രഷൻ എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഡോട്ട് ഫോർമാറ്റിൽ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഡിജിറ്റിന് എങ്ങനെയാണ് റെഗുലർ എക്സ്പ്രഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുക, /d ആണ് അല്ലേ. ഒരു ഇത് കണ്ടതാ, അവിടെ /d ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റാണ്. ഇപ്പോൾ 2 ഡിജിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ സംഭവം, /d എന്ന് എഴുതാം. അപ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഡിജിറ്റ് ആദ്യം വരണം, പിന്നെ 2 ഡിജിറ്റ് വരണം. ഓക്കെ, 3 ഡിജിറ്റ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്കൊരു /d കൂടെ കൊടുക്കാം. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ഡോട്ട് വരാൻ സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ ഡോട്ടിന് നമ്മൾ കൊടുക്കേണ്ടത് /dot എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു നമുക്കിപ്പോൾ തൽക്കാലം ഒരു 2 ഡിജിറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 3 ഞാൻ പറഞ്ഞുതരാം, അത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി. അപ്പോൾ 2 ഡിജിറ്റിൽ നമുക്ക് അടുത്തത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതട്ടോ. പല പല ഫോർമാറ്റിൽ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. നമുക്ക് ഈ ഒരു /d അതന്നെയല്ലേ ഇവിടെയും വരുന്നത്, 5ഉം 6ഉം /d തന്നെയാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, /d എന്ന് എഴുതിയിട്ട് നമുക്കൊരു കേളി ബ്രേസ് ഇട്ടിട്ട് എത്ര എണ്ണം വരാൻ ചാൻസ് ഉണ്ടാവും, 2 എണ്ണം വരാൻ ചാൻസ് ഉണ്ടാവും എന്നുള്ള 2 എഴുതാൻ പറ്റും നമുക്ക് അങ്ങനെ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത വരുന്നത് എന്താ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡോട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് /dot എന്നെടുക്കാം. പിന്നെ എന്താ ഉള്ളത്, നമുക്ക് 24 ആണുള്ളത് അല്ലേ.
അപ്പോൾ 24 എന്നുള്ള അതിനെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ ഇതേമാതിരി തന്നെ സെയിം സാധനം എഴുതാം. ഇതോ എഴുതാം അല്ലെങ്കിൽ ഇതോ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഇതിൻ്റെ ഉള്ളിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ്, അതാണ് 2 ഡിജിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. 0 to 9, ഇതും 0 to 9 എന്ന് പറഞ്ഞിട്ട് എഴുതാം നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു സ്ലാഷ് ഡോട്ട് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് വരുന്നത്, പിന്നെ ഇനി നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. അല്ലെങ്കിൽ ഒരു മെത്തേഡും കൊണ്ടുണ്ട് ഇതിന്. അതായത് 0 to 9 വരെ ഉള്ള സംഖ്യകളാവാം, പക്ഷെ അത് വരുന്നത് മിനിമം ഒരെണ്ണം, മാക്സിമം 3 എണ്ണം. അതിനർത്ഥം എന്താ, ഇവിടെ വേണമെങ്കിൽ 24.5 എന്നും വരാം, 24.57 വരാം, 24.240 വരാം. അത് മിനിമം ഒരു ഡീറ്റ് ഉണ്ടാവണം, മാക്സിമം 3 ഡീറ്റ് ഉണ്ടാവണം. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ എ എന്താന്നുള്ളതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അങ്ങനെ ഒരു സാധനം മാച്ച് കണ്ടുപിടിച്ചു. കണ്ടോ, അവിടെ ഏത് മാച്ചാന്നുള്ളത് തരും. ഡോട്ട് ഗ്രൂപ്പ്, ഇത് നമുക്ക് എന്ത് തരും, ആ ഒരു IP തരും. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടപ്പിളാക്കാൻ പറ്റും ഓരോന്നിനെ. നേരത്തെ നമ്മൾ ടപ്പിളാക്കിയിട്ടില്ല കേട്ടോ ഇതിനെ. ഇങ്ങനെയല്ല, സോറി, ഇവിടെ ഒരു ടപ്പിൾ കൊടുക്കാം. എല്ലാത്തിനും നമ്മൾ ടപ്പിളിലേക്ക് ഇതിന് നമുക്ക് ടപ്പിളിനോട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ, അതായത് നമുക്ക് ആ IP തന്നെ കിട്ടും. ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കിട്ടും. ഉണ്ടോ, ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് കിട്ടും. അതായത് നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ചെയ്തത് ഇത് മൊത്തത്തിനായിരുന്നു ഗ്രൂപ്പ് ചെയ്തത്, അതുകൊണ്ടാണ് 2457 എന്ന് കിട്ടിയത്. ഇപ്പം നമ്മൾ ഓരോരോ ടപ്പിളിനകത്ത് ഓരോന്ന് കൊടുത്തിട്ട് നമുക്ക് ഓരോരോ IP-ൻ്റെ ഫീൽഡായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം എന്ന് വിചാരിച്ചോ. അതായത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, എല്ലാ ഡിജിറ്റും നമുക്ക് ഇതിനകത്ത് വേറെ ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ b = re.sub എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് സബ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ നമ്മൾ റോ സ്ട്രിങ് ആയിട്ട് കൊടുക്കണം. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഏത് ഫോർമാറ്റിനാണ്, അതായത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഡിജിറ്റിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ /d എന്ന് കൊടുക്കണം. ഓക്കെ, /d കൊടുക്കുക. എന്നിട്ട് അടുത്ത ആർഗ്യുമെൻ്റ് ആയിട്ട് എന്ത് വാല്യൂ വെച്ചിട്ടാണ്, അപ്പോൾ ഞാനൊരു 1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വെച്ചോ. കമ്പൈൽ എന്നുള്ള ഒരു മൊഡ്യൂളുണ്ട്. അതായത് re.compile എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട് ഈ REൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ RE ഒബ്ജക്റ്റിൻ്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സ്ട്രിങ് കൊടുത്തെന്ന് വിചാരിച്ചോ, ഒരു ഹലോ എന്നുള്ളൊരു സ്ട്രിങ് കൊടുത്തെന്ന് വെച്ചോ. ഇത് സാധാരണ സ്ട്രിങ് ആണ്. ഇതൊരു റെഗുലർ എക്സ്പ്രഷനിൽ കമ്പൈൽഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ഇത് റിട്ടേൺ ചെയ്യുക, ഈ ഒരു സംഭവം. ഓക്കെ, അപ്പം ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ എവിടെയാണ് സാധാരണ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഈ ഇൻ്റർപ്രറ്റർ, അതേപോലെ കമ്പൈലർ, പിന്നെ അസംബ്ലർ, പിന്നെ ഇതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ആദ്യം എന്ന് പറഞ്ഞാൽ ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറയും. ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്, എങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ അടുത്തൊരു സെഷനിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പൈത്തൻ്റെ കൂടെയല്ല, വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടോക്കണൈസേഷൻ ചെയ്യുമ്പോൾ സിൻടാക്സ് അനാലിസിസ്
അനാലിസിസ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ പാർസിംഗ് എന്ന് പറയും. ഓക്കെ, പിന്നെ നമുക്ക് സെമാൻറ്റിക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെമാൻറ്റിക്സ് ചെക്കിങ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മിഡിലൊരു സംഭവമുണ്ട്, ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, പിന്നെ കോഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ TCG, അതായത് ടാർഗറ്റ് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവമുണ്ട്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കുന്നൊരു ഒരു ലാസ്റ്റ് സ്റ്റേജാണ് അതിൻ്റെ. അപ്പോൾ അത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് TCP/IP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഡാറ്റ എവിടെന്നെങ്കിലുമൊക്കെ ഫെച്ച് ചെയ്തെടുക്കാനും ഇത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് ഡിജിറ്റൽ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു എക്സ്പ്രഷൻ ലൈക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനും നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഒരു മെത്തേഡ്, ഇതിൽ ഒരുപാട് മെത്തേഡ് ഉണ്ട്, അതായത് റെഗുലർ എക്സ്പ്രഷൻ്റെ. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് മെത്തേഡുകൾ എന്തൊക്കെയാ? മാച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സെർച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫൈൻഡ് ഓൾ പറഞ്ഞില്ലേ. ഫൈൻഡ് ഓൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫൈൻഡ് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിസ്റ്റായിട്ട് കിട്ടും. നമുക്ക് അതായത് ഇതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള IP ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ IP ഉണ്ട് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഉള്ള മൾട്ടിപ്പിൾ IP ഇതിൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് ഓഫ് ടൊപ്പിൾസ് ആക്കിയിട്ട് തരും ഇത്. അതായത് അടുത്ത IP ഉണ്ടെങ്കിൽ കോമ, അടുത്ത ടൊപ്പിളുടെ അകത്ത് ഇതേപോലെ ഇങ്ങനെ നമുക്ക് IP ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അതിനാണ് ഈ ഫൈൻഡ് ഓൾ ഉപയോഗിക്കുക. അതായത് സ്ട്രിങ്ങിൽ മൊത്തം ഉള്ള IP എടുക്കാൻ വേണ്ടി, IP ആയത് നമ്മൾ മാച്ച് ചെയ്യുന്ന പാറ്റേൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനാണ് ഫൈൻഡ് ഓൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് വരുന്ന അടുത്തത് ഫൈൻഡ് ഐറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ സബ് N എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. കമ്പൈൽ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഫുൾ മാച്ച് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക, ഇത്രയും സാധനങ്ങൾ. ഓക്കെ, അതിൽ മാച്ച്, സെർച്ച്, ഫൈൻഡ് ഓൾ പറഞ്ഞു. സബ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഐഡിയ തന്നു. അതിൽ നമുക്ക് ഫൈൻഡ് ഐറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അതായത് നമുക്ക് എത്ര മാച്ചുകൾ അവൈലബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇറ്ററേറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫൈൻഡ് ITR എന്ന് പറഞ്ഞാൽ, ഫൈൻഡ് ഇറ്റർ എന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡ്. ഓക്കെ, വെരി എന്നുള്ളൊരു പാറ്റേൺ കൊടുക്കാം നമുക്ക്. ഇതിൽ ഒരു മാച്ചർ എഴുതാം, ഈക്വൽ ടു എസ് ഡോട്ട് ഫൈൻഡ് ഇറ്റർ. ഇതിൽ എന്തെങ്കിലും ഒരു സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മാച്ചറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു 3 മെത്തേഡുകളുണ്ട്. സ്റ്റാർട്ട്, എൻഡ്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണോ ഇത് തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഇൻഡെക്സ്, സ്റ്റാർട്ട് ഇൻഡെക്സ് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യും. പിന്നെ എൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അത് അവസാനിക്കുന്നത്, എൻഡ് അല്ല, എൻഡ് +1th ഇൻഡെക്സ് ആണ് ഇത് റിട്ടേൺ ചെയ്യുക. പിന്നെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഒരു സ്ട്രിങ് നമ്മൾ കൊടുത്ത മാച്ച് ചെയ്യുന്ന സ്ട്രിങ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഫോർ M in matcher print match at dot start. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം എന്ത് തോന്നുന്നു, അതായത് നമുക്ക്
ഈ ഒരു സ്ട്രിങ്ങിൽ നമ്മൾ കമ്പൈൽ ചെയ്ത വെരി എന്നുള്ള ഒരു റെഗുലർ എക്സ്പ്രഷൻ ഒബ്ജക്റ്റ് എവിടെയാണ് ഉള്ളത് നോക്കി. അപ്പോൾ ഇത് 12th ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കണ്ടോ. ഈ വെരി എന്നുള്ളത് 12, 13, 14, 15, 16 പിന്നെ എത്ര 17th ഇൻഡെക്സിലും വെരി ഉണ്ട്. അപ്പോൾ ഇതെന്താ റിട്ടേൺ ചെയ്തത്? ആ രണ്ടിൻ്റെയും സ്റ്റാർട്ട് ഇൻഡെക്സ് നമുക്ക് റിട്ടേൺ ചെയ്തു അല്ലേ. കോമ എൻഡ് അറ്റ് ഗ്രൂപ്പ് ഓക്കെ. നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാർട്ട് ഇൻഡെക്സ് എവിടെയാണ് കിട്ടും. അതേപോലെ തന്നെ എൻഡ് അല്ല കൊടുക്കണ്ട, അവിടെ എൻഡ് സ്റ്റാർട്ട് ഇൻഡെക്സ് കിട്ടും, എൻഡ് ഇൻഡെക്സ് കിട്ടും. നമുക്ക് അതിൻ്റെ ഗ്രൂപ്പ്, അതായത് ഏത് ഒരു വേർഡാണ് നമുക്ക് അവിടെ നമ്മൾ സെർച്ച് ചെയ്തത് അതും കിട്ടും ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് എടുത്തിട്ട്. ഓക്കെ, ഇങ്ങനെയാണ്. അതായത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇറ്ററേഷൻ ചെയ്യും. അതായത് ഈ നമ്മൾ എടുത്തൊരു ഒരു വേർഡ് എടുത്തിട്ട് ഈ ഒരു വലിയൊരു വേർഡിൻ്റെ മുകളിൽ, വലിയൊരു എന്താ പറയുക ലൈനിൻ്റെ മുകളിൽ കൂടെ ഇറ്ററേറ്റ് ചെയ്തിട്ട് അത് എവിടെയുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡ് ഐറ്റർ എന്നുള്ള ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുക നമ്മൾ. ഓക്കെ, ഉണ്ടെങ്കിൽ ABC എന്ന് പറഞ്ഞാൽ റെഗുലർ, അതായത് നമ്മളിപ്പം സെർച്ചിനകത്തും ഇതിനകത്തൊക്കെ കൊടുത്തില്ലേ നേരത്തെ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു സംഭവം എഴുതിയാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഐദർ A, B or C ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എക്സെപ്റ്റ് A, B or C ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മൊത്തം ക്യാരക്ടർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ ലോവർ കേസും ചെക്ക് ചെയ്യും, ഓൾ ലോവർ കേസ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കണം? എല്ലാ അപ്പർ കേസും ചെക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് മിക്സഡ് ആയിട്ട് അപ്പറും വേണം ലോവറും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മിക്സഡ് കേസിന്. ഓക്കെ, ഇനി നമുക്ക് ഡിജിറ്റ് വേണമെന്നുണ്ടെങ്കിലോ 0 to 9 എഴുതാം. ഓക്കെ, അതായത് ഇത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് നമ്മൾ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ RE ഡോട്ട് കമ്പൈൽ അങ്ങനെ കമ്പൈൽ ചെയ്തിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് REൻ്റെ അകത്ത് നിന്ന് തന്നെ ഫൈൻഡ് ഇറ്റർ കൊടുത്തിട്ട് ഫൈൻഡ് ഇറ്ററിൽ ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ആ ഒരു പാരാമീറ്റർ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിൽ നമുക്കിപ്പം ABC കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്യാരക്ടർ ഒരു A7 B gmail.com നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കാം? കണ്ടതാ? അതായത് എവിടേക്കാണോ A ഉള്ളത്, B ഉള്ളത്, C ഉള്ളത്, അതിൻ്റെയൊക്കെ എന്ത് കിട്ടി നമുക്ക്? സ്റ്റാർട്ടും എൻഡും ആ ഒരു വേർഡ് ഇതിനകത്ത് ഫൈൻഡ് ചെയ്ത് തന്നു. ഓക്കെ, കണ്ടോ? A എന്നുള്ളത് എത്ര? ആദ്യത്തെ 0th ഇൻഡെക്സിൽ A ഉണ്ട്. B എന്നുള്ളത് എത്ര? 2nd ഇൻഡെക്സിൽ B ഉണ്ട്. പിന്നെ C ഉണ്ടോ? C എന്നുള്ളത് 10th ഇൻഡെക്സിലുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു എല്ലാ കേസും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി അത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പേസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് /s ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, /s ഇത് സ്പേസിന് ചെക്ക് ചെയ്യും, സ്പേസ് ക്യാരക്ടർ ചെക്ക് ചെയ്യും.
ഇനി സ്ലാഷ് ക്യാപിറ്റൽ എസ് ആണെങ്കിൽ ഇത് എക്സെപ്റ്റ് സ്പേസ് ക്യാർ. അതെങ്ങനെയാ വെച്ചാൽ കൂടെ സ്ലാഷ് ഇതുണ്ടോ, എല്ലാം പ്രിൻ്റ് ചെയ്തു. പക്ഷെ എന്തായിട്ടില്ല, സ്പേസ് മാത്രം പ്രിൻ്റ് ചെയ്തിട്ടില്ല. അതായത് സ്പേസ് നമ്മൾ ഇട്ടിട്ടും സ്പേസ് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ എടുത്തു പ്രിൻ്റ് ചെയ്തു. ഇനി സ്ലാഷ് സ്മോളസ്റ്റ് കൊടുത്താൽ അത് സ്പേസ് മാത്രം പ്രിൻ്റ് ചെയ്യും, അതിൻ്റെ ഇൻഡെക്സും കാണിക്കും, അത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് സ്ലാഷ് ഡി പറഞ്ഞു. സ്ലാഷ് ഡി എന്ന് പറഞ്ഞാൽ എന്താ, ഡിജിറ്റ്സ് ആണ്. പിന്നെ സ്ലാഷ് ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് ഡിജിറ്റ്സ്. പിന്നെ സ്ലാഷ് ഡബ്ല്യു ഉണ്ട്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള വേർഡ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. അതായത് സ്ലാഷ് ഡബ്ല്യു എന്നുള്ളത് എക്സെപ്റ്റ് വേർഡ് ക്യാർ. ഓക്കെ. ഇനി ഡോട്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഡോട്ട് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്താ, ഓൾ ക്യാരക്ടേഴ്സ്. ക്വാണ്ടിഫയേഴ്സ് എന്നുള്ള ഒരു ടേം ഉണ്ട്. അതായത് എത്രത്തോളം തവണ ഒരു ക്യാരക്ടർ ഒക്കർ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാനും അതിനൊക്കെ ഒരു വഴിയുണ്ട്. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇവിടെ വെറും എ എഴുതി എന്താ സംഭവിക്കാം, എ എവിടേക്കാണുള്ളതെന്ന് കണ്ടുപിടിച്ച് തരും അല്ലേ. ഇത് 2 A ഉണ്ട് ഇതിനകത്ത്, അത് കണ്ടുപിടിച്ച് തരും. ഇനി നമുക്ക് എ എഴുതിയാൽ എക്സാക്ട്ലി ഓരോരോ എ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തരും. ഇനി എ പ്ലസ് എന്ന് എഴുതിയാൽ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 A. ഇതും സെയിം തന്നെയാണ് കിട്ടുക. അവിടെ നമ്മുടെ കേസിൽ അവിടെ 2 A ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കിട്ടും. അതായത് 2 A നമുക്ക് കിട്ടും. ഇനി നമുക്ക് എ സ്റ്റാർ ഉണ്ട്. എ സ്റ്റാർ എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് എനി നമ്പർ ഓഫ് എ ഇത് റിട്ടേൺ ചെയ്യും, പക്ഷേ ഇൻക്ലൂഡിങ് 0A. അതായത് ഇപ്പം എ എന്നുള്ളത് ഇതിൽ എ ഉണ്ട്, ഈ 7 എന്നുള്ളത് എന്താ, ഇത് എ അല്ല. അപ്പോൾ ഇത് എ അല്ല എന്നുള്ളതും ഇത് റിട്ടേൺ ചെയ്യും, അതിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ അതാണ് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിച്ചല്ലേ, അതിനർത്ഥം അറ്റ്മോസ്റ്റ് എന്നർത്ഥം, അറ്റ്മോസ്റ്റ് 1 A. അതായത് ഒന്നെങ്കിൽ ഒരു എ അല്ലെങ്കിൽ 0A. അതായത് ഇതിൽ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എ അല്ലാത്ത എല്ലാം കാണിക്കും, അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് മിനിമം നമ്പറും മാക്സിമം നമ്പറും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 0,1 ഇങ്ങനെ എഴുതാനും പറ്റും നമുക്ക്. ഓക്കെ. പിന്നെ നമുക്ക് ഉള്ളത് ഇതെന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് നേരത്തെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മാത്സിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ് വിത്ത് എ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇത് നോക്കുക. ഈ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ, അതായത് എക്സോർ സിമ്പിൾ അല്ലേ ഇത്, അതുണ്ടെങ്കിൽ എനോട് സ്റ്റാർട്ട് ചെയ്യാണോ എന്ന് നോക്കും. ഓക്കെ. ഇനി നമുക്ക് $A എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. $A ഒന്നും പേടിയില്ല, കാരണം എന്താ വെച്ചാൽ പക്ഷേ $M പ്രിന്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എൻഡിങ് വിത്ത് ഡോളർ എന്ന് പറഞ്ഞാൽ എൻഡിങ് വിത്താണ്. അതായത് M ആണോ എൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ലാസ്റ്റ്, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എ അല്ല എൻഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നേരത്തെ അത് കിട്ടാഞ്ഞത്. അപ്പം നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് നമ്മൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് സംഭവങ്ങളാണ് ഇപ്പോൾ അത് കണ്ടോ, അവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണത് ഏകദേശം. ഇങ്ങനത്തെ ഓരോരോ എന്താ പറയുക സിൻടാക്സുകളുണ്ട് റെഗുലർ എക്സ്പ്രഷന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പൈത്തണിൽ മാത്രമല്ല, ഏത് ലാംഗ്വേജിൽ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും എല്ലാത്തിലും റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്.
അപ്പോൾ നമ്മൾ അതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ.